രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്റെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ MLA ഓഫീസിലെത്തിയിരിക്കുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മുതിരുന്നില്ല. രാഹുലിന്റെ കൂടെ അവിടെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ ഉണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് രാഹുലിനെ. പക്ഷേ തങ്ങൾ രാഹുലിനൊപ്പം നിൽക്കും, പാലക്കാടിന്റെ MLA ആണ് രാഹുൽ, അതുകൊണ്ട് രാഹുലിനൊപ്പം നിൽക്കും എന്ന് ചില പ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു. KSUവിന്റെ ജില്ലാ ഭാരവാഹി ഉൾപ്പെടെ ഇപ്പോൾ അവിടെ ഉണ്ട്. ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ പാലക്കാട് MLA ഓഫീസിന് മുൻപിൽ നിന്നും. ഇപ്പോൾ പാലക്കാട് DCC പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ തങ്കപ്പൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ തങ്കപ്പൻ, അദ്ദേഹം ഇപ്പോൾ അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ല, അദ്ദേഹം വോട്ടറാണ്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രാഹുലിനൊപ്പം ഈ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ കുറെ നേതാക്കൾ കൂടി ഈ ഒപ്പമുണ്ടല്ലോ ശ്രീ എ തങ്കപ്പൻ. അങ്ങനെ ആരും ഇപ്പൊ അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. അപ്പൊ ഞങ്ങൾക്കൊന്നും അതിന് ഉത്തരവാദിത്തം വന്നാൽ പോയാൽ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ ആ വോട്ടിങ് പറയാം, അവിടെ ധാരാളം ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ കണ്ടു കാണുന്നല്ലാതെ ഞങ്ങൾ ആരും നിയോഗിക്കുകയോ എടുക്കുകയോ ഞങ്ങൾ ആരും പോവുകയൊന്നും ചെയ്തിട്ടില്ല. ഒന്നാമത് അദ്ദേഹം വരികയോ പോവുകയോ വോട്ട് ചെയ്യാണ്ടിരിക്കുക അത് ഞങ്ങളുടെ അജണ്ടയിൽ പെട്ടതല്ല. അത് അദ്ദേഹം സ്വയം വന്നു പോകുന്നു. പാർട്ടിക്ക് കൺട്രോൾ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്, പാർട്ടി വെളിയിലാക്കിയതുകൊണ്ട്. അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ഈ MLA ഓഫീസിൽ നിന്നാണ് നേരത്തെ ഈ KSUവിന്റെ ജില്ലാ ഭാരവാഹിയുടെ ഒക്കെ പ്രതികരണം. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ഉണ്ടാവാൻ സാധ്യതയില്ല, ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാവാൻ 90% സാധ്യതയില്ല. ഒരാൾ ഉത്തരവാദിത്തപ്പെട്ടവർ പോവില്ല. അങ്ങനെ ഒരു പിന്തുണ അവരുടെ ഭാഗത്തുനിന്ന് രാഹുലിനുണ്ടെങ്കിൽ, അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? ചെയ്തിരുന്ന വഴി കാണുമ്പോൾ അങ്ങനെയല്ലാതെ പിന്തുണയൊന്നും ഒരാളും ഔദ്യോഗികമായിട്ട് അയാൾക്ക് കൊടുക്കാനോ പിന്നെ ഇപ്പൊ നിൽക്കില്ല. അല്ല, ഇത് MLA ഓഫീസിലാണ്, വഴിയിലല്ല ശ്രീ എ തങ്കപ്പൻ. അതെനിക്ക് അറിയില്ല, നോക്കട്ടെ, അത് അന്വേഷിക്കട്ടെ. എന്താ ഞാൻ അറിയുന്ന ഈ TV കണ്ടിട്ട് അറിയുന്നു. വന്നതും എനിക്കറിയില്ല. ഈ TV നോക്കിയപ്പോഴാണ് വന്നു എന്ന് അറിയുന്നത്. ശരി, നന്ദി ശ്രീ എ തങ്കപ്പൻ. അദ്ദേഹം പാലക്കാട് DCC അധ്യക്ഷനാണ്. രാഹുൽ വോട്ട് ചെയ്യുകയോ വരികയോ മടങ്ങുകയോ ചെയ്യട്ടെ, അത് തങ്ങളുടെ വിഷയമല്ല എന്ന് അദ്ദേഹം പറയുന്നു. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതാണ്, അതുകൊണ്ട് അതിലൊന്നും തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാരും രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ല. വഴിയിൽ വെച്ച് ആരെങ്കിലും കണ്ടാൽ ഒരു പക്ഷേ ചിരിച്ചിട്ടുണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇത് MLA ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ ചില KSU ഭാരവാഹികൾ ഉൾപ്പെടെ പ്രതികരണം വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.